ഞാൻ ഉത്തരം മുട്ടിക്കാനൊന്നുമില്ല, പക്ഷേ ഞാൻ അയാളുടെ ഇൽമെത്രണ്ടെന്ന് അളക്കാൻ പോലെയാണ്. ആ സമയം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനുമില്ല, ഇൽമ അളക്കാനുമില്ല, ഞാൻ അവിടത്തെ കണ്ട് ബറക്കത്തെടുക്കാനാണ് വരുന്നത്. 3 പേരും ഗൗസ് വരുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ഗൗസ് വരുമ്പോ ഇബ്നു സഖയാകുന്ന കുട്ടിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, വൈഹക ഇബ്നു സഖാ, നിനക്ക് സർവനാശം ഇബ്നു സഖാ, നീ എന്നോട് ഈ ചോദ്യമല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? ആ ചോദ്യത്തിന്റെ മറുപടി ഇതാ. എന്നിട്ട് ഗൗസ് പറഞ്ഞു, ഞാൻ നിന്റെ മുഖത്ത് കുഫറിന്റെ തീനാളം ദർശിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ദുനിയാവ് കൊണ്ട് വലഞ്ഞു പോവും, നിങ്ങൾ എന്റെ ഇൽമളക്കാൻ വന്നതല്ലേ? അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു, ലഖദ് അർളൈതല്ലാഹ വറസൂലഹു ബിഹുസ്നി അദബിക, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച കുട്ടിയാണ്, മുത്തുനബിയുടെ തൃപ്തികരകരമാക്കിയ കുട്ടിയാണ്. കാരണം നിങ്ങൾക്ക് ആദരവും ബഹുമാനവും അദബുമുണ്ട്. മഹാനായ അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞ കുട്ടിയോട് അങ്ങനെയും പറഞ്ഞ് ഗൗസ് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. 3 പേരും പഠിച്ചു വളർന്നു വലുതായി, വലിയ പണ്ഡിതനായി. ഇബ്നു സഖ ലോകമറിയപ്പെടുന്ന വലിയ പണ്ഡിതനായി. ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ആ മനുഷ്യൻ വലിയ ഹദീസ് പണ്ഡിതനും വലിയ വലിയ പ്രഭാഷകനും വലിയ സംവാദകനുമായി അദ്ദേഹം മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംവാദം കാരണം, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കാരണം ഒരുപാട് അന്യമതസ്ഥർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഇസ്ലാമിന്റെ വലിയ പ്രബോധകനായി ഇബ്നു സഖ ഇങ്ങനെ പാറി നടക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വലിയ തലവേദനയായി. ക്രിസ്ത്യാനികളുടെ നേതാവ് വന്നിട്ട് ഇബ്നു സഖയോട് പറഞ്ഞു, ഇബ്നു സഖ, എനിക്കൊരു മകളുണ്ട്, അവൾ വലിയ സുന്ദരിയായ മോളാണ്, നിനക്ക് ഞാൻ അവളെ വിവാഹം ചെയ്തു തരാം, പക്ഷേ നീയൊന്ന് മതം മാറണം. സുബ്ഹാനല്ലാഹ്, ഇബ്നു സഖയുടെ മനസ്സ് മാറുകയാണ്. സുന്ദരിയായ പെണ്ണിനെ കിട്ടുമല്ലോ എന്ന് താല്പര്യത്തോടുകൂടെ അന്ന് വരെ അദ്ദേഹം പ്രസംഗിച്ചു നടന്ന സംവാദം നടത്തിയ പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം നസ്രാനിയായി മാറുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്രയും വലിയ പണ്ഡിതൻ അദ്ദേഹം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബീ അസ്റൂൻ പറയുകയാണ്, അതാ അല്പകാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വലിയ രോഗിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ വഴിയരികിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോ ഇബ്നു സഖയാവുന്ന എന്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യനുണ്ടല്ലോ, സഹപാഠി, അദ്ദേഹം മരണത്തോട് മല്ലിടുകയാണ്. മരിക്കാതെ നേരത്തെ കിബിലയിലേക്ക് തിരിച്ചു കിടക്കൽ സുന്നത്തുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കിബിലയിലേക്ക് തിരിച്ചു കിടത്താൻ ശ്രമിക്കുമ്പോ എത്ര തിരിച്ചു കിടത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം കിബിലയിലേക്ക് തിരിയുന്നില്ല. ഇബ്നു സഖ കാഫിറായി ചത്തുപോയി. എന്താണ് കാരണം? അല്ലാഹു ആദരിച്ചൊരു മഹാനുഭാവനെ നിസ്സാരപ്പെടുത്തിയതാണ്. എന്നാൽ അബ്ദുൽ ഖാദിർ ജീലാനിയോട് ഗൗസ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഭാവിയെ കാണുന്നുണ്ട്. അന്ന് നിങ്ങൾ ബഗ്ദാദിൽ സിംഹാസനത്തിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനൊരു കാര്യം പ്രഖ്യാപിക്കും. എന്താണത്? ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ മുഴുവനും എന്റെ കാലിന് കീഴിലാണ്. അക്കാലഘട്ടത്തിൽ ഔലിയാക്കളൊക്കെ നിങ്ങളെ കാൽക്കീഴിലേക്ക് വരുന്ന ഔലിയാക്കളുടെ നേതാവായി നിങ്ങൾ ഉയർത്തപ്പെടുന്ന ആ ഒരു നല്ല ഭാവി നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞതുപോലെ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആ ബഗ്ദാദിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ഖദമീ അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ ഫകുല്ലുഹും ഖദ് റദൂ വദഅ ലഹാ ബുശ്റാ. എല്ലാ ഔലിയാക്കളും എന്റെ കീഴിലാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതനുസരിച്ച് അവരെ ശിഷ്യനായി മാറി ഔലിയാക്കളുടെ നേതാവായി സുൽത്താനായി ഉയർത്തപ്പെടാനുണ്ടായ കാരണം എന്താണ്? അല്ലാഹു ആദരിച്ചൊരു മഹാനുഭാവനോട് ആദരവ് കാണിച്ചതാണ്. അല്ലാഹു ആദരിച്ചതിന് ആദരിക്കുമ്പോൾ അവൻ ഈമാനുണ്ട്. അല്ലാഹു ആദരിച്ച് നിസ്സാരപ്പെടുത്തിയാലോ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ലോകത്ത് ആദ്യം നടന്ന തിന്മ എന്താണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിസ്സലാം എന്ന് പറയേണ്ട ആളായിരുന്നു അയാൾ. പക്ഷേ അയാൾ ലോകത്തെ ഏറ്റവും ശപിക്കപ്പെട്ടവനും ലോകത്തെ ഏറ്റവും നീചനും മോശക്കാരനുമായി മാറിയതിന്റെ കാരണം എന്തായിരുന്നു? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാവുന്ന മഹാനുഭാവനെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടായപ്പോ മലക്കുകളെല്ലാം അതനുസരിച്ചു. ഇല്ലാ ഇബ്ലീസ്.
ഇബ്ലീസ് അനുസരിച്ചില്ല. അബാ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബ്ലീസ് നിസാരപ്പെടുത്തി. കാന മിനൽ കാഫിരീൻ, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുമ്പോ, ഈമാൻ നഷ്ടപ്പെട്ടു പോവാനുള്ള, ഈമാൻ ഇല്ലാതെയായി പോവാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായി അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്, അത് അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാതിരിക്കലാണ്, അതിനെ നിസ്സാരപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ ആദർശം ആദരവും ബഹുമാനവുമാണ്. യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച കക്ഷികൾ മുഴുവനും നാം എടുത്ത് പരിശോധിച്ചു നോക്കുക. ആദരവെന്ന് പറഞ്ഞത് തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവരാണ് അവർ. കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന അസ്ഹാബൽ ബിദ്അഇ, ബിദ്അത്തുകാർ മുഴുവനും മുത്താബിഊന ലി ഇബ്ലീസ്, അവർ ഇബ്ലീസിന്റെ അനുയായികളാണ്. ഇബ്ലീസ് എന്തുകൊണ്ടാണോ പിഴച്ചത്, അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരും പിഴക്കുക. അല്ലേ? ഇസ്ലാമിലെ ഏറ്റവും വലിയ അടിത്തറ എന്താണ്? ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഹദീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആകത്തുകയെന്ന് ആ ഹദീസിനെ കുറിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മുഴുവനും അതിലടങ്ങിയിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്. സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ, ആരോട് നബിയെ? ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള കടപ്പാട്. വലി കിതാബിഹി, ആ അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ അവൻ ഇറക്കി തന്ന ഖുർആനിലുള്ള കടപ്പാട്. വലി റസൂലിഹി, ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന മുത്തുനബിയോടുള്ള കടപ്പാട്. വലി അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിം പണ്ഡിതന്മാരോടുള്ള കടപ്പാട്. നാലാമത് റസൂലുള്ളാഹി പറഞ്ഞത്, മുസ്ലിം പണ്ഡിതന്മാരെ അനുസരിക്കണം, ആദരിക്കണം, ഇമാമുമാരെ ബഹുമാനിക്കണം. അല്ലേ? എത്രയാണ് അവരെ ബഹുമാനിക്കേണ്ടത്? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവരോട് കടപ്പാടെന്ന് പറഞ്ഞാൽ, വഇന്ന മിൻ നസീഹതിഹിം ഖബൂല മാ റവൂഹു വതഖ്ലീദുഹും ഫിൽ അഹ്കാം. മതനിയമങ്ങൾ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് നമുക്ക് സ്വന്തം കണ്ടെത്താൻ പറ്റൂല. ഷാഫി ഇമാം എന്ത് പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞോ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, നാലാൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. നാലാൽ ഒരു മദ്ഹബ് സ്വീകരിച്ച് ജീവിക്കണം. അത് വിനയത്തിന്റെ അടയാളമാണ്. കാരണം അവരെ പോലെ നമുക്ക് ഹദീസ് കിട്ടിയില്ല, അവരെ പോലെ നമുക്ക് അറിവില്ല, അവരെ പോലെ നമ്മൾ ഇസ്ലാം പഠിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബ് സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് ഹദീസ് അദ്ദേഹത്തിന് മനപ്പാടമുണ്ട്. 6 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുണ്ട്. പക്ഷേ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തമായി തനിക്ക് ലഭിച്ച ഹദീസുകൾ വെച്ചിട്ട് മതവിധി പറഞ്ഞില്ല. ഖുർആൻ നോക്കിയിട്ട് സ്വന്തമായി മതവിധി പറഞ്ഞില്ല. ഇമാം മുസ്ലിം തങ്ങളും അതിനെ തുനിഞ്ഞില്ല. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇമാം നസായി, ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമാക്കിയ പണ്ഡിതന്മാരാരും അതിന് മുതിർന്നില്ല. എത്രത്തോളം ഔലിയാക്കളുടെ നേതാവായി നമ്മൾ പറഞ്ഞ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, അവിടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താണ്? الشافعية فسرت الحنبلية بلا هجر لتحتاط بالخيرين معتدلا. മദ്ഹബ് സ്വീകരിച്ചവരാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അടക്കം. അവരാരും ഖുർആൻ നോക്കിയിട്ട് ഹദീസ് നോക്കിയിട്ട് അവർ മതവിധി കണ്ടെത്തിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന, നമുക്കിടയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്. മുജാഹിദാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, തബ്ലീഗ് ആവട്ടെ, അവർക്ക് മദ്ഹബ് സ്വീകാര്യമല്ല. കാരണം ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഷാഫി ഇമാമിന് അറിയാത്ത പലതും നമുക്കറിയാം. ഏത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ആരാണ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമാ, ഈ ലോകത്ത് ഇൽമിനാൽ നിറക്കുന്ന ഖുറൈശി പണ്ഡിതൻ കടന്നു വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീക്ഷണം ചെയ്ത ഇമാമുൽ അയിമ്മ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയില്ലേ? 10ാമത്തെ വയസ്സിൽ മുവത്ത എന്ന് പറയുന്ന മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ഗ്രന്ഥം മനപ്പാഠമാക്കി. റമദാൻ അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതി തീർത്തിരുന്ന, റമദാൻ
കടന്നു വരുമ്പോ ഓരോ ദിവസവും 2 ഖത്ം ഓതി തീർത്തിരുന്ന, പ്രായപൂർത്തിയെത്തിയ ശേഷം ഒരൊറ്റ തഹജ്ജുദും മുടക്കാത്ത, അക്കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ ഖുത്ബും വലിയുമായി ജീവിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ അറിവെത്രയാണ്? അവിടുത്തെ ശിഷ്യനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? 10 ലക്ഷത്തോളം ഹദീസ് അവർക്ക് മനപ്പാഠമുണ്ട്. അവിടുന്ന് പറഞ്ഞതെന്താണ്? ഞാൻ പഠിച്ച ഹദീസുകളിൽ നിന്ന് എനിക്കൊരു മതവിധി കണ്ടെത്താൻ സാധിക്കാതെ പോയാൽ ഞാൻ പിന്നെ അഭിപ്രായമായി സ്വീകരിക്കുന്ന എന്റെ ഉസ്താദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെയാണ്. അത്രയും വലിയ ഹദീസ് പണ്ഡിതൻ, അത്രയും വലിയ ഇൽമിനുടമയായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഇൽമു കിട്ടിയിട്ടില്ല, ഹദീസ് കിട്ടിയിട്ടില്ല, അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. വിനയം തൊട്ടു തീണ്ടിയിട്ടില്ല ബിദ്അത്തുകാരെ. ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ ആദർശം ഇമാമുമാരനുസരിക്കലാണ്. ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി 600 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, വഖഫ അത്ത്-തഖ്ലീദ് ഫിൽ അംസാർ ഇൻദ ഹഉലാഇൽ അർബഅ. 4 ഒരു മദ്ഹബിനെ അനുസരിക്കുന്നവരാണ് ലോകത്തെ മുഴുവൻ ആളുകളും. ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഖുർആനിൽ നിന്ന് ഷാഫി ഇമാമിനെ പോലെ ഞങ്ങൾക്കും മതവിധികൾ കണ്ടെത്താൻ കഴിയുമെന്ന വാദവുമായി കടന്നു വന്നാൽ അവനെ വന്ന വഴിക്ക് തിരിച്ചയക്കണം. ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും 4 ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ ബിദ്അത്തുകാർ അതിന് കിട്ടൂല. കാരണം അവരെക്കാളും ഞങ്ങൾക്ക് അറിവുണ്ട്. ആദം നബി ആദരിക്കാൻ എനിക്ക് കിട്ടൂല, കാരണം ആദം നബിയേക്കാളും വലിയവൻ ഞാനാണ്. കാരണം ആദമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചത് തീയുകൊണ്ടാണ് എന്ന ഇബ്ലീസിന്റെ ആദർശമുണ്ടല്ലോ, അഹങ്കാരത്തിന്റെ സ്വരം. ഷാഫി ഇമാമും മനുഷ്യൻ, ഞങ്ങളും മനുഷ്യർ. പക്ഷേ ഷാഫി ഇമാമിന്റെ കാലത്തിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നുമില്ല, കിതാബൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടാത്ത ഹദീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അവിടത്തേക്കാളും വലിയ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന അഹങ്കാരത്തിന്റെ സ്വരം അത് ഇബ്ലീസിന്റെ ആദർശമാണ്. ഈ ആദർശം ഉൾക്കൊണ്ടതുകൊണ്ടാണ് നമുക്കിടയിൽ പ്രതിസന്ധി ഉണ്ടായത്, നമുക്കിടയിൽ വിഭാഗീയതയുണ്ടായത്, നമുക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായത്, നമുക്കിടയിൽ അനൈക്യമുണ്ടായത്. അല്ലേ? ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച മിമ്പറിൽ ഇമാം നിർവഹിക്കുന്ന, ഖതീബ് നിർവഹിക്കുന്ന ഖുത്ബയുടെ ഭാഷ 1300 വർഷക്കാലം അറബിയിലായിരുന്നു. 1300 വർഷക്കാലം അറബിയിലായിരുന്നു. നമ്മൾ എഴുതിയതല്ല, മാതൃഭാഷയിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത് എന്ന് ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച കേരളത്തിലെ മുജാഹിദുകളുടെ നേതാവ് കെ എം മൗലവി തന്നെ എഴുതിയതെന്താണ്? ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും സദ്വൃത്തരായ മുൻഗാമികൾ മുഴുവനും അറബ് നാടിലും അനറബ് നാടുകളിലും ഖുത്ബ നിർവഹിച്ചത് അറബിയിൽ തന്നെയായിരുന്നു എന്നതാണ് ചരിത്രം. എന്നാൽ സഹാബത്തല്ലേ കേരളത്തിൽ പള്ളിയുണ്ടാക്കിയത്? 10ഓളം പള്ളികൾ അവർ ഉണ്ടാക്കി. അവിടങ്ങളിലെല്ലാം അവർ മലയാളികളോട്, കേരളക്കാരോട് മാതൃഭാഷയിൽ ഖുത്ബ നിർവഹിച്ചില്ല. അവർ അറബ് ഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചത്. ഏത് സഹാബ? ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന സഹാബത്താണത്. ഇസ്ലാം പഠിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ സമയം വെള്ളിയാഴ്ചയല്ലേ? ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്തല്ലേ? പക്ഷേ ആ സമയം മിമ്പറിൽ വെച്ചുകൊണ്ട് മലയാളത്തിലുള്ള പ്രസംഗം നടത്തി, മാതൃഭാഷയിൽ പ്രസംഗം നടത്തിയിട്ട് അവർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ സഹാബത്ത് തുനിഞ്ഞില്ല. അങ്ങനെ സഹാബത്ത് ഒരു നാട്ടിലും, അറബ് നാട്ടിലും അനറബ് നാട്ടിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടില്ല. സ്വഹാബത്തിനനുസരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ, സ്വഹാബത്തുക്ക് ഇങ്ങനല്ലേ ചെയ്തെന്ന് ചോദിച്ചപ്പോ അവരെഴുതിയതെന്താ? കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാണവർ. കേരളത്തിലെ മുസ്ലിയാക്കള് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും ഞങ്ങൾക്ക് ദീനിൽ തെളിവല്ല. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സഹാബത്തിനെ കൊച്ചാക്കുകയാണ്, നിസ്സാരപ്പെടുത്തുകയാണ്. ഇതിനേക്കാളും വലിയ ആദരവ് കേടെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം നീണ്ട പ്രഭാഷണം നടത്തുകയാണ്. സഹാബത്ത് ആ പ്രഭാഷണത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? സഹാബിമാര് പറയുന്ന പ്രസംഗം കേട്ടിട്ട് കരയാത്തവരായി ആരുമില്ല. ആ പ്രസംഗം കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയതൊരു അവസാനത്തെ പ്രസംഗമാണെന്ന്. റസൂലുള്ളാഹിനോട് ഞങ്ങൾ ചോദിച്ചു, ഫമാദാ തഅഹദു ഇലൈനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ
നിങ്ങൾക്ക് അവസാനമായി വസിയത്ത് ചെയ്യാനുള്ള കാര്യം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് നൽകിയ വസിയത്ത് എന്തായിരുന്നു? കത്തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഞാൻ നിങ്ങൾക്ക് തേച്ചു പോകുന്ന, നിങ്ങൾക്ക് കൈമാറിത്തരുന്ന ആദർശവും ദർശനവും മതവും ഉണ്ടല്ലോ, അത് പകൽ വെളിച്ചം പോലെ സ്പഷ്ടമാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പിൽക്കാലത്ത് നിങ്ങൾക്കിടയിൽ വിഭാഗീയതയുണ്ടാകും, ഖുതുബ ഭാഷയിലാണെന്ന് തർക്കമുണ്ടാകും, പെണ്ണ് പള്ളിയിൽ കൊണ്ടുപോകണോ പോവണ്ടേ എന്ന് തർക്കമുണ്ടാകും. അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് 500ഓളം വിഷയത്തിൽ ഉമ്മത്ത് തർക്കത്തിലാണ്. അങ്ങനെ തർക്കമുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? ഫഅലൈകും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന, നിങ്ങൾ എന്റെ സുന്നത്തിന് അനുധാവനം ചെയ്യണം, എന്റെ സ്വഹാബയെ അനുസരിക്കണമെന്നാണ് പറഞ്ഞത്. അവരനുസരിക്കണം ഖുതുബയുടെ വിഷയത്തിലെന്ന് പറയുമ്പോ ഇത്തരം കക്ഷികൾ പറയുന്നത് എന്താ? അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഓല് കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാണ്. തറാവീഹ് ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചില്ലേ എന്ന് പറയുമ്പോ ബുഖാരിയിൽ 11 റക്അത്താണെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ പറഞ്ഞതിന് സ്വീകാര്യതയില്ല. ഉമറിന്റെ കാലഘട്ടത്തിൽ ചെയ്തതിന് പ്രസക്തിയുമില്ല. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ചെയ്തതിന് പ്രസക്തിയില്ല, താബിഈങ്ങൾ ചെയ്തതിന് പ്രസക്തിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതിന് സ്വീകാര്യതയുമില്ല. പിന്നെയോ ബുഖാരിയിലെ ഹദീസുണ്ട് പോൽ. ഈ ബുഖാരി രചിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഹദീസ് കേട്ടും കണ്ടും മുത്തുനബിയിൽ നിന്ന് പഠിച്ചത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയൂല. ഞങ്ങൾ ബുഖാരിയിലെ ഹദീസ് കണ്ടിട്ടുണ്ട്, ഉമർ തങ്ങൾ പറഞ്ഞതിന് സ്വീകാര്യതയില്ല, അവരെ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തതിന് പ്രസക്തിയുമില്ല. തള്ളുകയാണ്, സ്വഹാബിമാരെ തള്ളുകയാണ്, അവരെ നിസ്സാരപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞതിന് പ്രസക്തിയില്ല. അവർ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ജുദായിസം കടത്തിക്കൂട്ടിയവരാണെന്ന് പോലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരെ കുറിച്ച് ആരോപണം പറയുമ്പോ ആദരവ് നഷ്ടപ്പെട്ടു പോയതാണ്, ആദരവ് നഷ്ടപ്പെട്ടു പോയതാണ്. ബഹുമാനിക്കേണ്ടുന്നവരെ ബഹുമാനിക്കാത്തതാണ് ഈ ഉമ്മത്തിനുണ്ടായ വിഭാഗീയതയുടെ കാരണം. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ആദർശം ഞാൻ പറഞ്ഞുവല്ലോ, അത് ആദരവും ബഹുമാനവുമാണ്. അതുകൊണ്ട് തന്നെ ഏതെടുത്ത് പരിശോധിച്ചു നോക്കുക, അതൊക്കെ മഹാരഥന്മാരെ നിസ്സാരപ്പെടുത്തുന്നുണ്ടായതാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും വലിയ വിഷയം എന്താണ്? ഏറ്റവും വലിയ വിഷയം ഏത് പിഴച്ച കക്ഷിയുടെ അടുത്ത് പരിശോധിച്ച് നോക്കുകയും എല്ലാവർക്കും അനാദരവ് ഉണ്ടാവും, അല്ലേ? അത് മുജാഹിദാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, തബ്ലീഗാവട്ടെ, കള്ളത്തൊരീക്കത്താവട്ടെ, ഏത് വിഷയം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, അല്ലേ? എല്ലാം നല്ല പേരിലാണ് വരിക, എല്ലാം നല്ല പേര് പറഞ്ഞുകൊണ്ടാണ് വരിക. ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിന്റെ പേരുണ്ടാകും. മുജാഹിദ്, ഇസ്ലാമിന്റെ കഠിനാധ്വാനം ചെയ്യുന്ന ജിഹാദികൾ എന്ന് പേരുണ്ടാകും. തബ്ലീഗ് ജമാഅത്ത്, ഇസ്ലാമിന്റെ പ്രബോധകർ എന്നാണ് പേരുണ്ടാവുക. റിഫായി ത്വരീഖത്ത്, ഖാദിരി ത്വരീഖത്ത്, ചിശ്തി ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ് ത്വരീഖത്തും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം പിഴച്ചതാണ്. ത്വരീഖത്ത് നല്ലതാണ്, നല്ല ത്വരീഖത്തുണ്ട്. പക്ഷേ ത്വരീഖത്തിന്റെ പേരിലും കള്ളനാണയങ്ങളുണ്ട്. ഇസ്ലാമിന്റെ പേരിലുള്ള കള്ളനാണയങ്ങളാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. അതുപോലെ ത്വരീഖത്തിന്റെ പേരിൽ ഒരുപാട് കള്ള ത്വരീഖത്തുകളുണ്ട്, ചൂഷണം ചെയ്യുന്ന ത്വരീഖത്തുകൾ, അല്ലെ? എത്രത്തോളം പല ആളുകളും അകപ്പെട്ടു പോകുന്ന എങ്ങനെയാണ്? പലർക്കും അവിടെ പോയപ്പോ എന്തൊക്കെയോ അത്ഭുതം കണ്ടു, അല്ലെ? പലർക്കും അങ്ങനെയാണ്, വളരെ വലിയ അത്ഭുതം കണ്ടു. അപ്പൊ ഭയങ്കര സംഭവമാണ്, വലിയ സംഭവമാണ്. അത്ഭുതം കണ്ടു, രോഗം മാറി എന്നുള്ളതാണ്. രോഗം മാറ്റിയെന്നുകൊണ്ടോ അത്ഭുതം കാണിച്ചതുകൊണ്ടൊന്നും അതൊന്നും ശരിയായ ത്വരീഖത്തല്ല. ശരിയായ ത്വരീഖത്ത് അത് പണ്ഡിതന്മാർ പറഞ്ഞു തരും ഏതാണ് ത്വരീഖത്തെന്ന്, അല്ലേ? ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരുന്നതിനെ കുറിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അയാൾ വന്നിട്ട് പറയും, ഞാൻ വലിയ മഹാനാണ്, പണ്ഡിതനാണ്, അല്ലെ വലിയ വലിയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ പറയും ഞാൻ നബിയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ പറയും ഞാൻ ഇലാഹാണ്. ഞാൻ ഇലാഹാണെന്ന തന്റെ അബദ്ധ ജടിലമായ വാദം സ്ഥാപിക്കാൻ അയാൾ ചെയ്യുന്ന പരിപാടി എന്താ? ഒരു മുസ്ലിമായ മനുഷ്യനോട് വിളിക്കും, എന്നിട്ട് പറയും ഞാൻ ഇലാഹാണെന്ന് നീ സമ്മതിക്കുവയ്ക്കും. സമ്മതിക്കൂല. അദ്ദേഹം സുന്നിയാണ്, ഞാൻ സമ്മതിക്കൂല. ഈ സമ്മതിക്കൂല. റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ചു പോവാൻ പോവോ? നമ്മള് മരിച്ചവരെ ജീവിപ്പിക്കാത്തത് ചെയ്തത് ഇതിനേക്കാൾ വലിയ അത്ഭുതമുണ്ടോ? അത്ഭുതം കാണിക്കൊന്നല്ല ത്വരീഖത്തും ശൈഖൊന്നും. പിന്നെ അത് ആലിമീങ്ങൾ പറയണം. ആലിമീങ്ങൾ പറഞ്ഞ അപ്പുറത്തേക്ക് ത്വരീഖത്തും ശൈഖും തേടിപ്പോയാൽ ഞാനൊരു കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. മഹാനായ മദ്ഖലിൽ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കഥ പറയുന്നുണ്ട്. എന്താണ്? ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഒരു ദിവസം നോക്കുമ്പോ കാണുന്നില്ല. അപ്പൊ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു, എങ്ങട്ടാ പോയത് നമ്മളെ മറ്റോനവിടെ ഓനെ കാണുന്നില്ലല്ലോ? ഓന് വേറെ ഉസ്താദിന്റെ അടുത്ത് പോയതാ. വേറെ ഉസ്താദിന്റെ അടുത്ത്. എന്താ വേറെ ഉസ്താദ്? ഭയങ്കര വലിയ ഉസ്താദ് അത്രയാണോ?
അങ്ങനെ ആ ശിഷ്യനെ വിളിച്ചു വരുത്തി. എന്താ മോനെ, നിനക്ക് കാണുന്നില്ലല്ലോ? ഞാനിപ്പോ വേറെ ഉസ്താദിന്റെ അടുത്താണ്. എന്താ അവിടെ നിനക്ക് അവിടെ പോയിട്ട് എന്താ കിട്ടി? ഞാൻ ഇപ്പൊ സ്വർഗത്തിലാണ് നിസ്കരിക്കണം. ആ ഉസ്താദിന്റെ ഒപ്പം കൂടിയിട്ട് എനിക്ക് ഭയങ്കര ആത്മീയത കിട്ടിക്കണം. സ്വർഗത്തിലാണ് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്. എന്നാ മോൻ കൊണ്ടുപോകുമ്പോ ഇനിയും സ്വർഗത്തേക്കൊന്ന് നിസ്കരിക്കാൻ കൊണ്ടുപോയി. ആയിക്കോട്ടെ ഉസ്താദെ, ഞാൻ എന്നും രാത്രി സ്വർഗത്തിൽ നിസ്കരിക്കുന്നുണ്ട്, ഇന്ന് രാത്രി പോകുമ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഉസ്താദ് ആ കുട്ടിക്ക് നന്നാവാൻ യോഗമുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിനെ അന്ന് രാത്രി ഇങ്ങനെ കാത്തിരിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോ വലിയൊരു പക്ഷി വന്ന് പറന്നിരുന്നു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് സ്വർഗത്തേക്ക് പോകാനുള്ള പ്ലെയിനും വാഹനം വന്നിട്ടുണ്ട്, നമുക്ക് പോകാറുണ്ട്. രണ്ടാളും പക്ഷിപ്പുറത്ത് കയറി. അങ്ങനെ വിശാലമായ സ്ഥലത്ത് പക്ഷി പറന്നിരുന്നു. അവരവിടെ ഇറങ്ങി. പക്ഷി തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ നമുക്ക് നിസ്കരിക്കല്ല. ആ സമയം ഉസ്താദ് പറഞ്ഞു, മോനെ, ഞാൻ പഠിച്ച സ്വർഗത്തിൽ നിസ്കാരമൊന്നുമില്ല. കാരണം സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ ദുന്യാവ് നിസ്കരിച്ചു മുഴുവനും. ഇനി ഇവിടെ വന്നിട്ട് നിസ്കാര ഞാനില്ല അല്ലേ? അങ്ങനെയാണ് പഠിച്ച ആൾക്കാർ. അങ്ങനെയാണ്. പഠിക്കാത്ത ആൾക്കാരോ? ആ ശിഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആൻ തിന്നിട്ടില്ല, നിങ്ങൾ പഠിച്ച ഖുർആനൊന്നും അല്ലത്, ഞാൻ പഠിച്ച ഖുർആനിൽ ഇങ്ങനെയൊക്കെയുള്ളത്, ഇവിടെ സ്വർഗത്തിലൊക്കെ നിസ്കാരമുണ്ട്. ശിഷ്യൻ തിരുത്താൻ പോയില്ല. ഖുർആനിൽ അങ്ങനെ നിസ്കാരമൊന്നുമില്ല, സ്വർഗത്തിലെത്തിയ പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിക്കാൻ ഉസ്താദാണോ? ആയിക്കോട്ടെ, നിങ്ങൾ നിസ്കരിച്ചോളി. ശിഷ്യൻ നിസ്കരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ നമുക്ക് പോവാനുള്ള പക്ഷി വന്നിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഞാൻ പഠിച്ച സ്വർഗം തിരിച്ചു പോവാത്ത സ്വർഗ, ഖാലിദീന ഫീഹ. അതിൽ കടന്ന പിന്നെ തിരിച്ചു പോവലില്ല. അതുകൊണ്ട് ഞാനില്ല, തിരിച്ചിട്ട് പറഞ്ഞു. ഉസ്താദെ ഇവിടുന്ന് പോയിട്ടില്ലേ, അപകടം ഉണ്ടാവും. സ്വർഗത്തിൽ അപകടം, ഒരു തലവേദന പോലും എവിടെ ഉണ്ടാവൂല. ഞാൻ പഠിച്ച സ്വർഗത്തിൽ ഒരു തലവേദന പോലും ഇല്ല, അതുകൊണ്ട് ഞാൻ വരില്ലായിരുന്നു. ഉസ്താദ് ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞു. എങ്ങനെ പ്രശ്നം മോനെ? സ്വർഗത്തിൽ പ്രശ്നം ഉണ്ടാവോ? പക്ഷി അങ്ങോട്ട് ആകെ ചിറകിട്ടടിച്ച് പക്ഷിനെ പറന്നുപോയി. കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെ നേരം വെളുക്കുന്നുണ്ട്. നേരം വെളുത്തു നോക്കുമ്പോ ആ നാട്ടിലെ മുഴുവനും വേസ്റ്റുകൾ ഒഴുകി വരുന്ന കുപ്പത്തൊട്ടിയിലാണ് നിസ്കരിക്കുന്നത്, നജസിലാണ് നിസ്കരിക്കുന്നത്. പഠിച്ച ഉസ്താദിന് മനസ്സിലായി, പഠിക്കാത്ത ആൾക്കോ വലിയ പക്ഷി വന്ന് പറന്നിരിക്കുന്നു, അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു, സ്വർഗമാണെന്ന് തോന്നിപ്പിക്കുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്. അലങ്കാരങ്ങൾ ഉണ്ടാകും, കേൾക്കാൻ ദിക്റുണ്ടാകും, കാണാൻ സ്വലാത്തുണ്ടാകും, അതുപോലെ താടി ഉണ്ടാകും, തസ്ബീഹ് മാലയുണ്ടാകും. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞതിനപ്പുറത്തേക്ക് പോയാൽ ഈ ശിഷ്യൻ ഉസ്താദിനനുസരിക്കാതെ, ഈ ശിഷ്യൻ പണ്ഡിതനായ ഉസ്താദിനനുസരിക്കാതെ ആ പക്ഷിയുടെ പിന്നാലെ, ആ പക്ഷിയുടെ പുറകിലും കയറിയിട്ട് താൻ ശൈഖായി സ്വീകരിച്ച ആളുടെ പിന്നാലെ പോയാൽ അയാൾ മരണം വരെ നജസിലാണ് നിസ്കരിച്ചത്. അയാൾക്കത് മനസ്സിലായില്ല. അത് പിശാച് വേഷം കെട്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കള്ളത്തൊരീക്കത്തുകാരെ അടയാളം എന്താ? ഉസ്താദുമാരെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ശരീഅത്ത് തിന്നിട്ടില്ല, നിങ്ങൾക്ക് ത്വരീഖത്ത് തിന്നിട്ടില്ല, നിങ്ങൾക്ക് ഖുർആൻ തിന്നിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആർക്ക് മനസ്സിലായിട്ടില്ല? 10-20 വർഷക്കാലം ഖുർആനും സുന്നത്തും വലിയ വലിയ പണ്ഡിതന്മാരെടുത്ത് പഠിച്ച് 60ഓളം വർഷം കുട്ടികൾക്ക് പഠിപ്പിച്ച ഉസ്താദുമാർക്ക് ഇതൊന്നും തിന്നിട്ടില്ല. ഇന്നലെ വരെ മത്തിക്കച്ചവടം നടത്തിയിരുന്നു, അല്ലെ ഇന്നലെ വരെ വേറെ എന്തൊക്കെ ബിസിനസ് നടത്തിയിരുന്നു. ഒന്നങ്ങോട്ട് കടന്നു വന്നിട്ട് പറയാണ്, പിന്നെ എനിക്ക് ത്വരീഖത്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും തിന്നിട്ടില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് ഓനെ പറഞ്ഞേക്കേണ്ട സ്ഥലം വേറെയാണ് എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. ഞാൻ പറയുന്നത് ഇതൊക്കെ അനാദരവിൽ നിന്നുണ്ടാവുന്നതാണ്. ആദരവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇസ്ലാം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും വലിയ ആദർശമാകുന്ന ആദരവ് നഷ്ടപ്പെടുത്തുന്നിടത്താണ് ഇതെല്ലാം കടന്നു വരുന്നത്. അതുകൊണ്ട് ആദരവ് നഷ്ടപ്പെട്ട എല്ലാ ആദർശവും അത് ഇസ്ലാം വിരുദ്ധമാണ്, അല്ലേ? നമ്മൾ പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ടി വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിക്കും, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കും, അമ്പർത്തങ്ങളെ എന്ന് വിളിക്കും. അത് അവരോടുള്ള ആദരവിന്റെ ഭാഗമാണ്, ബഹുമാനത്തിന്റെ ഭാഗമാണ്. ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ അക്കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരും പറഞ്ഞു അയാളെ മതവിരോധിയാണ്, റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ. കാരണം അതിൽ മൻഅ മിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്തിഗാഥ പാടില്ല, വിഷമം വരുമ്പോ മുത്തുനബിയെ വിളിക്കാൻ പാടില്ല എന്ന വാദത്തിൽ മുത്തുനബിയെ അവഹേളിക്കലുണ്ട്, റസൂലുള്ളാഹിനെ സാരപ്പെടുത്തലുണ്ട്, റസൂലുള്ളാഹിനോടുള്ള അനാദരവുണ്ട്. മുത്തുനബിയോട് സഹായമർപ്പിക്കുക എന്നത് മുത്തുനബിയെ ബഹുമാനിക്കുന്നവർക്ക് സാധിക്കൂ. കാരണം റസൂലുള്ളാഹി വഫാത്തായി പോയി, വിളിച്ചാൽ കേൾക്കൂല, ഉത്തരം ചെയ്യാൻ സാധിക്കുകയുമില്ലെന്ന വാദമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ കഴിവുകളെ ഇല്ലാതെയാക്കലാണ്, അല്ലാഹു നൽകിയ
മഹത്വത്തെ നിസ്സാരപ്പെടുത്തലാണ്. കാരണം മുത്തനബിയെ കുറിച്ച് അവിടുന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? അന സയ്യിദു മുൽദി ആദമാ, അന സയ്യിദു മുൽദി ആദമാ. ലോകത്തെ മുഴുവൻ ആളുകളുടെയും അഭയകേന്ദ്രം ഞാനാണ്. വിഷമങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ സഹായമർത്ഥിക്കേണ്ടുന്നയാളും അഭയം പ്രാപിക്കേണ്ടുന്നയാളും അവർക്കുള്ള അത്താണിയും ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വിളിക്കരുതെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടത്തെ വിളിക്കാനാണ് മുത്തനബി പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സമീപത്തേക്ക് കണ്ണു കാണാത്ത മനുഷ്യൻ കടന്നു വരികയാണ്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അയാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടേണ്ടതുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, മോനെ ക്ഷമിച്ചുകൂടെ? അയാൾ പറഞ്ഞു, നബിയെ, എന്റെ കൈ പിടിക്കാൻ ആളില്ല, ക്ഷമിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, എങ്കിൽ നിങ്ങൾ നല്ല രീതിയിലൊന്ന് വുദു എടുക്കുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിന് ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി. കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യന്റെ പ്രതിസന്ധി തീർക്കാൻ വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തപ്പോ അല്ലാഹുവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയിലും റസൂലുള്ളാഹിനെ കൂടെ വിളിക്കാൻ പഠിപ്പിച്ചു ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബികൾ മുഴുവനും ജീവിത കാലഘട്ടത്തിലും വഫാത്തിന് ശേഷവും പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അവർ മുത്തനബിയുടെ തിരുസവിധത്തിലേക്ക് ഓടിയെത്തിയത്. ഒരിക്കലും റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ശിർക്കാണെന്ന ആയത്ത് മുത്തനബി പഠിച്ച ഖുർആനിലില്ല, പഠിപ്പിച്ച ഖുർആനിലില്ല, സഹാബത്ത് പഠിച്ച ഖുർആനിലുമില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവരിങ്ങനെ നടന്നു പോകുമ്പോ കാലിന് വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ്, വലിയ വിഷമം വരികയാണ്, നടക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടപ്പോ കൂടെയുള്ള കൂട്ടുകാരൻ പറഞ്ഞു, ഉദു അഹബ്ബന്നാസ് ഇലൈക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ വിളിച്ചോ, വ്യക്തിയെ വിളിച്ചോ. ഉടനെ അദ്ദേഹം വിളിച്ചു, യാ മുഹമ്മദാ. റസൂലുള്ളാഹിനെ അങ്ങോട്ട് വിളിച്ചു. കാലിന്റെ ആ വേദന മാറിപ്പോയി, അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ആരാണ് റസൂലുള്ളാഹിനോട് ആദരവുള്ള സഹാബത്ത്? വിഷമം വന്നപ്പോ സഹാബത്ത് മുത്തനബിയെ വിളിച്ചു. അവരാരും അത് ശിർക്കാണെന്ന് കണ്ടില്ല. മഹാനായ ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു, ഇസ്തസ്ഖി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. മഴയില്ലാതെ വിഷമിച്ചപ്പോ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് കടന്നു വരികയാണ്, ഖബറിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. മുത്തനബി വഫാത്തായി കിടക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചെയ്ത പണി എന്താണ്? ബി അബീ അൻത വ ഉമ്മീ യാ നബി അല്ലാഹ്. വഫാത്തായി പോയ നബിയെ വിളിക്കണമെന്ന് പഠിപ്പിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് വേവലാതി പറയുന്നു, ഉദ്കുർനാ ഇൻദ റബ്ബിക വല്ലകും ബിബാലിക. നബിയേ, ഞങ്ങളെ കാര്യം മറക്കരുത്, അല്ലാഹുവിനോട് ഞങ്ങളെ കാര്യം പറയണേ നബിയേ. വഫാത്തായപ്പോ നബിയോട് ശഫാഅത്ത് ചോദിച്ചു പഠിപ്പിച്ചത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാമുൽ അയിമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. എന്ന് മാത്രമല്ല, അവസാന നാളില് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രചാരകനായി കടന്നു വരുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അവിടത്തെ കുറിച്ച് മുത്തനബി പറയുന്നുണ്ടല്ലോ, അവിടത്തെ കടന്നുവരവിനെ കുറിച്ച്. ഈസാ നബി കടന്നു വന്ന് ഇമാമും നീതിമാനുമായ ഭരണാധികാരിയായി കടന്നു വരും. ലഇൻ ഖാമ അലാ ഖബ്രിഹി ഫഖാല യാ മുഹമ്മദു ലഉജീബന്നഹു. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി എന്നെ വിളിച്ചാൽ എനിക്ക് മറുപടി പറയാൻ കഴിയും. അവസാന നാൾ വരുന്ന ഈസാ നബി വിളിച്ചാൽ പോലും ഖബറിൽ കിടന്ന് മറുപടി പറയാൻ കഴിയുമെന്ന്
മുത്തനബി പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹിനെ വിളിച്ചാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ മറുപടി പറയൂല എന്ന ആയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിച്ചിട്ടില്ല. അങ്ങനെ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയൊരു പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. അവര് വിഷമം വരുമ്പോ മുത്തുനബിയെ സമീപിച്ചു. അലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇല റസൂലി. വിഷമങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ മഹത്തുകട സവിധങ്ങളിലേക്ക് ഓടിയെത്തുകയല്ലാതെ ഞങ്ങൾക്ക് മാർഗങ്ങളൊന്നുമില്ലല്ലോ എന്ന് മുത്തുനബിയുടെ സമീപത്ത് വന്ന് പാടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന് പ്രചോദനം നൽകുകയായിരുന്നു. പണ്ഡിതന്മാര് ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ആദരിക്കുന്നവരുടെ അടയാളമാണ് അവിടത്തെ വിളിക്കല്. എന്നാൽ മുത്തുനബിയെ വിളിക്കാൻ പാടില്ലെന്നതും അത് അവിടത്തേക്ക് ചെയ്യുന്ന ആരാധനയും ശിർക്കുമാണെന്നതും അത് പഠിപ്പിച്ചതാരാ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ആവുന്ന സമയത്തെല്ലാം മുത്തുനബി അവഹേളിച്ചു നടന്നിരുന്ന, അവിടത്തെ നിസ്സാരപ്പെടുത്തി നടന്നൊരു മനുഷ്യനുണ്ട്. പേര് അബ്ദുള്ളയാണ്. അയാൾ നിസ്കരിക്കാനുണ്ടാകും, നോമ്പെടുക്കാനുണ്ടാകും, സക്കാത്ത് കൊടുക്കാനുണ്ടാകും, യുദ്ധത്തിൽ പങ്കെടുക്കാനും ഉണ്ടാകും മുസ്ലിമീങ്ങളോടൊപ്പം. പക്ഷേ മുത്തുനബിയോട് വലിയ ശത്രുതയാണ്. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തും. ഒരു ദിവസം സഹാബികൾ വന്നിട്ട് ചോദിച്ചു, അബ്ദുല്ലാ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ഒന്ന് നന്നായി കൂടെ, റസൂലുള്ളാഹിനോടൊന്ന് അവലാതി പറഞ്ഞൂടെ എന്ന് അബ്ദുല്ലാന്റെ സമീപത്ത് വന്നുകൊണ്ട് സഹാബ ചോദിക്കുമ്പോ അയാൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞു, ഫഖദ് ആമൻതു, ഞാനത് വിശ്വസിച്ചു. നിങ്ങൾ എന്നോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഫഖദ് ആതൈതു സക്കാത്ത മാലി, ഞാൻ സക്കാത്തും കൊടുത്തു. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് സുജൂദ് ചെയ്യാനാണോ? അതിന് എന്നെ കിട്ടൂല. നബി തങ്ങളെ സഹായം ചോദിക്കലും അവരോട് ശഫാഅത്ത് ചോദിക്കലും മുത്തുനബിയോട് വേവലാതി പറയലുമെല്ലാം അത് റസൂലുള്ളാഹി തങ്ങൾക്കുള്ള ആരാധനയും സുജൂദുമാണെന്ന വാദം ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ. അത് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ആദർശമാണ്, മുനാഫിഖുകളുടെ നേതാവിന്റെ ആദർശമാണ്. അല്ലേ? അതുകൊണ്ട് തന്നെ അയാളുടെ ആദർശമാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സാധാരണ മനുഷ്യനല്ല എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണെന്നാണ് പറയുന്നത്. മുത്തനബിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മഹത്വം എന്താണ്? നുബുവത്താണ്, വഹീ ആണ്. അത് തന്നെ റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണ്, വ്യക്തിത്വമാണെന്നതിന് തെളിവാണ്. എന്നാൽ മദ്രസ പാഠപുസ്തകങ്ങളിലടക്കം പഠിപ്പിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണ്. എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യരാണ്. അസാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ സ്വഹാബത്ത് വിശ്വസിച്ച മുത്തുനബിയോ റസൂലുള്ളാഹി തങ്ങൾ അവിടത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് എന്താ? ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ ഒരിക്കലും നിങ്ങൾ ഒരാളെ പോലെയുമല്ല, ഞാൻ സാധാരണ മനുഷ്യനല്ല എന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണ്. റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണ്, സാധാരണ പ്രകൃതിയുള്ള ആളാണ്. എന്നാൽ ബീബി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ഒരു ദിവസം റസൂലുള്ളാഹി അവിടുത്തെ വീട്ടിൽ വന്ന് കിടക്കുമ്പോ അതാ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങള് വിരിയിലേക്ക് ഇങ്ങനെ നനഞ്ഞു വീണിട്ടുണ്ട്. ആദ്യം അവർ ഒരു കുപ്പിയുമായി കടന്നു വന്ന് ആ വിരിയിൽ ഉതിർന്നു വീണിട്ടുള്ള മുത്തുനബിയുടെ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ കോരിയെടുക്കുകയാണ്, വടിച്ചെടുക്കുകയാണ്. കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി നെട്ടിയുണർന്നു. മാലാ തസ്നഈന യാ ഉമ്മ സുലൈം, എന്താ ചെയ്യുന്നത് പെണ്ണേ? ഉമ്മു സുലൈം പറഞ്ഞു, നബിയേ ഇത് അങ്ങയുടെ വിയർപ്പാണ്, ഇത് ഏറ്റവും വലിയ സുഗന്ധമാണ്. നർജു ബറകതഹു ലിസുബിയാനിനാ, നബി തങ്ങളുടെ വിയർപ്പ് അത് ഔഷധ വീര്യമുള്ളതാണ്, അത് ബറകത്തുള്ളതാണ്, അത് കസ്തൂരിയേക്കാൾ നിർമ്മണമുള്ളതാണ്, അതുകൊണ്ട് അത് അസാധാരണത്വമുള്ളതാണ്. സഹാബ അങ്ങനെ വിശ്വസിച്ചത്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അതാ യുദ്ധസമയം, ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങ് നിന്നുപോയി. എന്താണ് വിഷയം? എന്റെ തൊപ്പി കാണുന്നില്ല, എന്റെ തൊപ്പി കിട്ടിയിട്ടല്ലാതെ ഇനി ഞാൻ യുദ്ധം തുടരുന്ന പ്രശ്നമില്ല. സഹാബത്തിന് പലർക്കും അദ്ദേഹത്തോട് വിഷമം തോന്നി. എന്താണ് ഈ യുദ്ധത്തിന്റെ കമാൻഡറായ ഖാലിദ് ചെയ്യുന്നത്? യുദ്ധം മൂർധന്യ ദശയിലെത്തിയ സന്ദർഭത്തിൽ ഒരു കീറി പറഞ്ഞ തൊപ്പിക്കും വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക.
പറയുകയാണോ, തൊപ്പി ലഭിക്കാതെ ഞാൻ യുദ്ധം തുടരുന്ന പ്രശ്നമില്ല. അവസാനം നീണ്ട തിരച്ചിൽക്കൊടുവില്ല തൊപ്പി തന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തപ്പോ ആ തൊപ്പി പിടിച്ചിട്ട് ഖാലിദ് തങ്ങൾ പറഞ്ഞതെന്താ, ഈ തൊപ്പി ഏതാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അടുത്ത് ശിരോരോമം പഠിച്ചു കളയുമ്പോ എല്ലാ സ്വഹാബികളും അവിടുത്തെ തിരികേശം ലഭിക്കാൻ വേണ്ടി ചുറ്റും കൂടി തിക്കും തിരക്കും കൂടുകയാണ്. ഞാനും അവിടെ ഓടിച്ചെന്നു. എനിക്ക് അവിടെ നിന്നൊരു പിടി മുടി ലഭിക്കുകയാണ്, എനിക്ക് തിരികേശം ലഭിക്കുകയാണ്. ഞാൻ ഈ കാണുന്ന തൊപ്പിയിലത് തുന്നിപ്പിടിപ്പിച്ചു. വല്ലാഹി മാ ശഹിദ്തു ഖിതാലൻ ഖത്ത് വഹിയ മഈ ഇല്ലാ റുസിഖ്തു നസ്റാ. ഈ തൊപ്പി ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ തിരികേശം തുന്നിപ്പിടിപ്പിച്ച തൊപ്പി ധരിച്ചുകൊണ്ട് ഞാൻ ഏത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം വിജയം സുനിശ്ചിതമായിരുന്നു. യുദ്ധം വിജയിക്കാൻ റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പ് കയ്യിലുണ്ടായാൽ മതി എന്ന് വിശ്വസിച്ചു സഹാബ. എന്നാലോ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ വിശ്വസിച്ചതോ? അബ്ദുല്ലാഹ് ഇബ്നു ഉബൈന് ഒരു മകനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ബദ്രീങ്ങളിൽപ്പെട്ടയാളാണ്. ഈ മകൻ ബദ്രീങ്ങളിൽപ്പെട്ട വലിയ സുന്നിയാണ്. വാപ്പയാണെങ്കിലോ വഹാബിയല്ല, മുനാഫിഖാണ്. ഈ മുനാഫിഖായപ്പോ മകന് വല്ലാത്ത വിഷമം, എന്റെ വാപ്പ മുനാഫിഖായിപ്പോയി, ഞാനാണെങ്കിൽ സുന്നി, ഞാനാണെങ്കിൽ ബദ്രീങ്ങളിൽപ്പെട്ട ആളും, അതുകൊണ്ട് എന്റെ വാപ്പാന്റെ മനസ്സെങ്ങനെയെങ്കിലും മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി എനിക്ക് തരണം. അങ്ങനെ റസൂലുള്ളാഹി കുടിച്ച ബാക്കി വെള്ളവുമായി ആ പിതാവിന്റെ സമീപത്തേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. വാപ്പ മകനെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്താ വന്നത്? ഒന്നുമല്ല, ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നവരാൻ തന്നതാ. എന്ത് വെള്ളാണത്? ഇതെന്റെ ഹബീബ് കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയാ. ഇതെന്തിനാണ്? ഈ വെള്ളം കുടിച്ചാൽ അല്ലാഹു യത്ഹുറു ഖൽബക, അല്ലാഹു യത്ഹുറു ഖൽബക. ഇത് കുടിച്ചാൽ റസൂലുള്ളാഹിന്റെ ചുണ്ട് തട്ടിയ വെള്ളമാണ്. ഇതൊരു തിരുശേഷിപ്പാണ്. ഇത് നിങ്ങളെ അകത്തായാൽ നിങ്ങളെ മനസ്സ് നന്നാകും. എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ സമയം അബ്ദുള്ള പറഞ്ഞ ചോദ്യം എന്താണ്? മറുത്തു പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഇതിനേക്കാളും നല്ലത് നിനക്ക് നിന്റെ ഉമ്മാന്റെ മൂത്രം കൊണ്ടുവരലായിരുന്നു. മഅദല്ലാഹ്. ഇന്നുമുണ്ടല്ലോ ചില അബ്ദുള്ളമാര് മുത്തനബിയുടെ തിരുശേഷിപ്പുകളെ കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് പറയുന്ന, മുത്തനബിയുടെ തിരുശേഷിപ്പിനെ ബോഡി വേസ്റ്റാക്കി മൂത്രമായി ചിത്രീകരിച്ചത് മുനാഫിഖുടെ നേതാവും നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മുനാഫിഖുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ലഅനത്തുല്ലാഹി അലൈഹി. അത് ഇസ്ലാമിന്റെ ആദർശമല്ല, അത് അനാദരവിന്റെ മതമായ ഇബ്ലീസിന്റെ ആദർശവും മുനാഫിഖുടെ ആദർശമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, റസൂലുള്ളാഹി തങ്ങളുടെ കേൾവി സാധാരണ കേൾവിയല്ല. അവിടത്തേക്ക് വൈപറിയാൻ കഴിയും, അല്ലേ? അവിടത്തേക്ക് വൈപറിയാൻ കഴിയും. ഞാൻ ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം റുബൈ ഹബീബ് റളിയല്ലാഹു അൻഹയുടെ കല്യാണ ദിവസം റസൂലുള്ളാഹി കടന്നു വരുന്നു. ബദറിൽ ഷഹീദായി പോയ മുഅവ്വിദ് റളിയല്ലാഹുവിന്റെ മകളാണ് റുബൈ ഹബീബ് റളിയല്ലാഹു അൻഹ. അവരുടെ കല്യാണ ദിവസം റസൂലുള്ളാഹി കടന്നു വരുമ്പോ ജുവൈരിയാത്തുൻ യദ്രിബന ബിദ്ദുഫി യൻദുബന മൻഖുതുല മിൻ അബാഇഹിന്ന യൗമ ബദർ. ആ വീട്ടിൽ കല്യാണ ദിവസം കുട്ടികളെ ബദർമാല ചൊല്ലി ദഫ് മുട്ടിപ്പാടുകയാണ്. ദഫ് മുട്ടിപ്പാടുകയാണ്. അത് വലിയൊരു സംസ്കാരമാണ്. ഇന്നും നമ്മുടെ കല്യാണ വീടുകളിൽ നമ്മുടെ SSFന്റെ മക്കള്, നമ്മുടെ സുന്നി കുട്ടികള് അവര് ബുർദ പാടുകയാണ്, മൗലിദ് ചൊല്ലുകയാണ്, മദ്ഹ് ഗാനങ്ങൾ പാടുകയാണ്. പല കല്യാണ വീടുകളും മദ്യശാലകളായി മാറുമ്പോ, പല കല്യാണ വീടുകളും ഡാൻസിന്റെയും സിനിമ ഗാനങ്ങളുടെയും അതുപോലെയുള്ള ഗാനമേളകളുടെയും സദസ്സുകളായി മാറുമ്പോ ന്യൂ ജനറേഷൻ തിരുത്തി എഴുതുകയാണ്. അരുത് മക്കളെ, കല്യാണം എന്നതും നിക്കാഹ് എന്നതും പവിത്രമായ ഒരു കർമ്മമാണ്. അതൊരിക്കലും കളങ്കപ്പെടുത്താൻ പറ്റൂല. അത് വലിയ സുന്നത്താണ്. അത് പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടാടേണ്ടുന്ന വലിയൊരു ആഘോഷ സമയമാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർ കല്യാണം നടക്കുന്ന ദിവസം അവർ പാടിയത് ബദർമാലയാണ്, അവർ ചൊല്ലിയത് മൗലിദാണ്, അവർ ചൊല്ലിയത് മദ്ഹ് ഗാനങ്ങളാണ്. അതും പാടില്ല എന്നാണ് പറയാം, അതും പാടില്ലാണെന്നാണ് പറയാ. ഈ ഉമ്മത്ത് സിനിമാ ഗാനങ്ങളുടെയും അതുപോലെയുള്ള വേണ്ടാവൃത്തികളേക്കും പോയതിന്റെ ഏറ്റവും വലിയ കാരണക്കാരാണ്.
ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ബദ്റുമാല പാടില്ല, മുഹ്യിദ്ദീമാല പാടില്ല, ബുറുദ പാടില്ല, ഇതൊന്നും പാടില്ല. ഈ ഉമ്മത്ത് കാലങ്ങളായി പുലർത്തിപ്പോന്നിരുന്ന മനസ്സുകൾക്ക് കുളിരേകുന്ന ഇത്തരം ഗാനങ്ങള് ഈ ഉമ്മത്തിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിച്ചപ്പോൾ പകരം യുവാക്കൾ അതുപോലെയുള്ള മോശമായ ഗാനങ്ങളിലേക്ക് പോയെങ്കിൽ ഉത്തരവാദികൾ ആരാണ്? റസൂലുള്ള പഠിപ്പിച്ച മതം അത് ആദരവിന്റെ മതമായതുകൊണ്ട് മഹാത്മാക്കളെ സ്മരിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു, മദ്ഹ് പറയാൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രയാണ് അവിടുന്ന് പഠിപ്പിച്ചത്? അവിടെ നിന്നാണ് നമുക്കതിന് പ്രചോദനം നൽകിയത്. ഒരു ദിവസം സഹാബത്ത് കടന്നു വരുമ്പോ, സഹാബത്തിന്റെ സമീപത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ അതാ സഹാബികൾ ചെയ്യുന്ന പണി എന്താണ്? കാനൂ യതദാക്കറൂൻ, അവർ പൂർവ്വകാല പ്രവാചകന്മാരെ അനുസ്മരിക്കുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, അവരെയൊക്കെ അനുസ്മരിക്കുന്ന സദസ്സിലേക്ക് മുത്തനബി കടന്നു വന്നപ്പോ നിങ്ങൾ ചെയ്തത് വളരെ ശരിയാണ്, പറഞ്ഞത് വളരെ ക്ലിയറാണ്. റസൂലും അതിന് പ്രചോദനം നൽകി. എന്നിട്ട് അവിടുത്തെ മദ്ഹ് കൂടെ പറഞ്ഞ് അവിടുത്തെ മദ്ഹ് പറയാനും പ്രചോദനം നൽകി. റസൂലുള്ള പറഞ്ഞു, അലാ വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇത് അഭിമാനം പറയുകയല്ല, അഹങ്കാരം പറയുകയല്ല, അല്ലാഹു നൽകിയ അനുഗ്രഹം എടുത്ത് പറയുകയാണ്. വീണ്ടും അവിടുത്തെ മദ്ഹ് പറയുകയാണ്, വഅന അവ്വലു ശാഫിഇൻ വമുശഫഅ, ഞാനാണ് ഖിയാമത്ത് നാളിൽ ആദ്യമായി ശുപാർശ ചെയ്യുന്നവനും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവനും. അവിടുന്ന് വീണ്ടും സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വഅന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ, നിങ്ങൾ പറഞ്ഞ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം എല്ലാ പ്രവാചകന്മാരും അണിനിരക്കുന്ന ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാകയുണ്ട്, അതിന്റെ വാഹകനും ഞാനാണ്. വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാനാണ് മുഴുവൻ ആളുകളുടെയും നേതാവെന്ന് പറഞ്ഞ് അവിടുത്തെ മദ്ഹ് പറയാനും പ്രചോദനം നൽകി മുത്തുനബി. മദീനത്തെ പള്ളിയിൽ മഹാനായ ഹസ്സാൻ തങ്ങൾക്ക് ഒരു മിമ്പർ തന്നെ നിർമ്മിച്ചു കൊടുത്തു, സ്റ്റേജ് തന്നെ നിർമ്മിച്ചു കൊടുത്തു അവിടുത്തെ മദ്ഹ് പറയാൻ. ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് ദീൻ പഠിച്ചു സഹാബികളെ കണ്ട് ദീൻ പഠിച്ചു വളർന്ന റഈസുത് താബിഈൻ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? ഉഹദ് പർവതത്തോളം സ്വർണമുണ്ടെങ്കിൽ അത് മുഴുവനും മുത്തുനബിയുടെ മദ്ഹിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്നാണ്. അത്രയും വലിയ പവിത്രതയും മഹത്വവും മദ്ഹിനും റസൂലുള്ളാഹി തങ്ങളുടെ പ്രകീർത്തനത്തിനും മഹാത്മാക്കളെ സ്മരിക്കുന്നതിനുമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പ്രജകൾ ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ രാത്രി സമയത്ത് ചുറ്റി നടക്കുമ്പോ അതാ കുറെ അകലൊരു ചെറിയ കുടില് കാണുകയാണ്. അവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ അതാ ആ കുടി ലക്ഷ്യമാക്കി പോവുകയാണ്. എല്ലാവരും അർദ്ധരാത്രി ഉറങ്ങുമ്പോഴും വിളക്കണക്കാതെ ആ കൊച്ചുകൂരയിൽ ആരാ ഉറങ്ങാതെ കിടക്കുന്നത് അറിയാൻ വേണ്ടി ഉമർ തങ്ങൾ ആ വീട്ടിലേക്ക് അടുക്കും തോറും വീടിന്റെ അകത്തലത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആരുടെ ശബ്ദമാണ്? ആരുടെ ശബ്ദമാണ്? പ്രായം ചെന്നൊരുമ്മയുടെ ശബ്ദമാണ്. അതാ വീട് പടിക്കലെത്തിയപ്പോ എന്താ قد كنت قواما بكي الأسهار هل تجمعني وحبيبي الدار, എന്റെ ഹബീബിനോടൊപ്പം എനിക്കെന്നാ സ്വർഗത്തിലെത്താൻ സാധിക്കുക? അവിടെ അതാ രാത്രി സമയങ്ങളിൽ ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയ മഹാനുഭാവനാണ്. അവിടത്തെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. അല്ലാ, നീ എന്നെ എന്നാണ് തിരിച്ചു വിളിക്കുക എന്ന് മുത്തുനബി അനുസ്മരിച്ചുകൊണ്ട് മാല പാടുന്ന ഉമ്മയുടെ ശബ്ദം കേട്ട് ഉമർ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. കതകിന് മുട്ടുന്നു. വാതില് തുറന്നു നോക്കുമ്പോ കരയുന്ന ഉമർ തങ്ങളെ കാണുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മയോട് ഉമർ തങ്ങളെ പറഞ്ഞതെന്താ? ഉമ്മ, നിങ്ങൾ ചൊല്ലിയ മാലയുണ്ടല്ലോ, ആ മൗലിദൊന്നുകൂടെ എന്നെ കേൾപ്പിക്കുമോ ഉമ്മ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് മുത്തനബിയുടെ മദ്ഹ് കേട്ടുകൊണ്ട് ഉമ്മയോട് പ്രാർത്ഥനാ വസിയത്തും പറഞ്ഞിട്ടാണ് ഉമ്മയുടെ ഉമ്മരപ്പടി ഇറങ്ങിപ്പോന്നതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പണ്ട് കാലങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ഇതുപോലെയുള്ള ശബ്ദങ്ങളുണ്ടല്ലോ, മാലയുടെ ശബ്ദങ്ങള്.
മൗലിദുകളുടെ ശബ്ദങ്ങള്, മുഹ്യിദ്ദീൻ മാലിയുടെ ശബ്ദങ്ങള്, ബദർ മൗലിദിന്റെ ശബ്ദങ്ങള്, ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കുസിന കാട്ടിടും നേരം ലഇനവ നട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ. അതുപോലെയുള്ള ശബ്ദങ്ങള്, നമ്മുടെ മനസ്സിന് ആത്മീയത വിളിച്ചറിയിക്കുന്ന ശബ്ദങ്ങള് നമ്മുടെ വീടകങ്ങളിൽ എന്നും നിലനിന്നിരുന്നു. അത് വർദ്ധിപ്പിക്കലാണ്, അത് കൊണ്ടു നടത്തലാണ്. സിനിമാ ഗാനങ്ങളുടെയും അതുപോലെയുള്ള മോശമായ പാട്ടുകളുടെയും പിന്നാലെ പുതിയ തലമുറ കടന്നു പോകുമ്പോൾ അരുത്, അത് പാടില്ല എന്ന് തിരുത്തി എഴുതാനാണ് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു ആദരവിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ യന്ദുബുന മൻ ഖുത്ല മിൻ അബാഇഹിന്ന യൗമ ബദർ, ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് ഗാനമാലപിച്ച് ദഫ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിലേക്ക് റസൂലുള്ളാഹി കടന്നു വരുന്നു. ബദരീങ്ങളെ നേതാവ് കടന്നു വന്നപ്പോ അവരിലുണ്ടായിരുന്നൊരു കുട്ടി പിന്നെ മുത്തുനബിയെ കുറിച്ചായി പാടുന്നത്, وفينا نبي يعلم ما في غدي وفينا نبي يعلم ما في غدي. ഞങ്ങളെ പ്രവാചകൻ നാളെ വരാനിരിക്കുന്ന കാര്യമറിയുന്ന പ്രവാചകനാണ്. ബദരീങ്ങളെ കുറിച്ച് പാടുമ്പോൾ ബദറിൽ നടന്നതാ പറയേണ്ടത്. ആ കുട്ടി അങ്ങനെ പാടാൻ കാരണം എന്താണ്? ബദർ നടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഹദാ മസ്റു അബീ ജഹൽ, ഇവിടെയാണ് അബൂജഹൽ മറിഞ്ഞു വീഴുക, ഇവിടെയാണ് ഉത്ബത്തും ഷൈബത്തും കൊല ചെയ്യപ്പെടുക, അവരെവിടെയാണ് മരിച്ചു വീഴുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി വരച്ചു കാണിച്ച വരയിൽ നിന്നൊരു ഇഞ്ച് പോലും അബൂജഹൽ വീണ് കിടന്ന സ്ഥലം മാറിപ്പോയിരുന്നില്ല. നാളെ വരാനിരിക്കുന്ന കാര്യം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പാടിയത്. ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ നാളെ വരാനിരിക്കുന്ന കാര്യം അറിയുന്ന പ്രവാചകനാണ്. പക്ഷേ മുത്തുനബി അപ്പൊ പറഞ്ഞു, മോളെ എന്നെ കുറിച്ച് ഇപ്പൊ അങ്ങനെ പാടേണ്ടതില്ല, നീ ഇതുവരെ പാടിയ നിങ്ങളുടെ പിതാക്കളുടെ അനുസ്മരണ ഗാനമുണ്ടല്ലോ, ബദർ മാലയുണ്ടല്ലോ നമ്മുടെ ഭാഷയിൽ, അത് പാടിയാൽ മതി എന്ന് പറഞ്ഞ് ബദർ മാല പാടാൻ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രചോദനം നൽകുകയാണ്. മുത്തുനബിക്ക് അതുപോലെയുള്ള അമാനുഷികമായ കഴിവുകളുണ്ട്, അതറിയില്ല എന്ന് പഠിപ്പിച്ച വാദവും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റേതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു വരുമ്പോ അതാ വലിയ കാറ്റടിച്ച് വീശുകയാണ്. അവിടെ ഒട്ടകങ്ങളെല്ലാം സഹാബത്തിന്റെ യാത്രാമൃഗങ്ങളും മുത്തുനബിയുടെ ഒട്ടവും അതാ മലമുകളിലേക്ക് ഓടിപ്പോവുകയാണ്. അതിന്റെ അല്പസമയം മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ മരിച്ചുപോയ ഒരു മുനാഫിഖ് നേതാവിന്റെ വാർത്ത പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ ഒട്ടകത്തെ കാണുന്നില്ല. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്റെ ഒട്ടകം എവിടെയാണ്? സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും കൂടണ്ടായിരുന്നു. അയാൾ വസ്വാസ് ഉണ്ടാക്കുകയാണ്. ഏതുപോലെ? റസൂലുള്ളാഹിക്ക് ഗൈബറിയൂല. കാരണം സ്വന്തം ഭാര്യയെക്കുറിച്ച് ആരോപണം ഉണ്ടായപ്പോൾ അതറിയാൻ കഴിഞ്ഞില്ലല്ലോ മുത്തുനബിക്ക് എന്ന്. അതുപോലെയുള്ള സംഭവങ്ങൾ എടുത്ത് റസൂലുള്ളാഹിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയില്ല എന്ന് വസ്വാസം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ. ആ വസ്വാസം ഉണ്ടാക്കാൻ തുടക്കം കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മനുഷ്യൻ അത്ഭുതമല്ലേ? ഇയാൾ കുറച്ചു സമയം മുമ്പ് പറഞ്ഞെന്താണ്? മദീനത്ത് അങ്ങകലെയുള്ള മദീനത്തുള്ള ഒരാളുടെ മരണവാർത്തയാണ്. ഇപ്പൊ ഇയാൾ സ്വന്തം ഒട്ടകം പോയത് എവിടെയെന്ന് പോലും അറിയുന്നില്ല. അത്ഭുതമില്ലേ ഈ മനുഷ്യന്റെ കാര്യത്തിൽ? ഈ വിവരം മുത്തുനബിയുടെ സമീപത്ത് സഹാബത്ത് എത്തിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ആരോപണമുണ്ടോ? എങ്കിലെ കാണുന്ന കുന്നിൻ മുകളില് അതാ ഒരു മരത്തിന്റെ കമ്പിൽ എന്റെ ഒട്ടകത്തിന്റെ കയറ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സഹാബത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ ഒട്ടകത്തെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ പുലർത്തുന്ന ആദർശവും വിശ്വാസങ്ങളും നമ്മൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളും സന്ദേശങ്ങളും അതെല്ലാം മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിപ്പിച്ചു തന്ന സ്നേഹത്തിന്റെയും ആദരവിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും മതമായ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ വശങ്ങളാണ്. അതിൽ നിന്ന് വ്യതിചരിച്ചു പോയാൽ, അതിൽ നിന്ന് നമ്മളെങ്ങാനും തെന്നിപ്പോയാൽ
പോയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ലാ യഖ്ബലുല്ലാഹു ലിസ്സാഹിബി ബിദ്ആ, ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചരിച്ചു പോയാൽ അവനിൽ അല്ലാഹു സ്വീകരിക്കൂല. സൗമൻ വലാ സ്വലാ, അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, അവന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, അവന്റെ സക്കാത്തും ഹജ്ജും ഉംറയും വലാ സുർഫൻ വലാ അദ്ലാ, അവന്റെ സുന്നത്തോ ഫർദോ ആയ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോ ആ മഹത്തായ ആദർശം നിലനിർത്തുന്നതിന് വേണ്ടിയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള മുസ്ലിം ജമാഅത്തും സമസ്ത കേരള സുന്നി യുവജന സംഘവും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അടക്കമുള്ള മുഴുവൻ സുന്നി സംഘ കുടുംബങ്ങളും പ്രവർത്തിക്കുന്നത്. ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല, ഐഹികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഉമ്മമാരോടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ, നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള സംഘടനകളിലേക്ക് പറഞ്ഞയച്ചാൽ ഒരു കുട്ടി SSF-കാരനായതിന്റെ പേരില്, നമ്മളൊരു മകൻ SSF-കാരന്റെ കൂടെ പോയതിന്റെ പേരില് അവൻ രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും അവനെക്കുറിച്ച് തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം അവര് സ്വലാത്ത് മജ്‌ലിസിന് പോയതാണ്, അവന് ദിക്ർ മജ്‌ലിസിന് പോയതാണ്, അവന് ദീനീ സംരംഭങ്ങളുടെ പ്രചരണത്തിന് പോയതാണ്, പരസ്യമൊട്ടിക്കാൻ പോയതാണ്. അങ്ങനെയുള്ള ഒരു കേടുപാടും പറ്റാതെ ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ലഹരിന്റെയും കൂത്തരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് നമ്മുടെ മക്കളെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയേണ്ടതുണ്ട്. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കാതെ നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമായി നമ്മുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയണം. നമ്മളങ്ങ് മരിച്ചു പോകുമ്പോ നമ്മളെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയുന്ന മക്കളുണ്ടാവലാണ് ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മുത്തനബി പറഞ്ഞിട്ടില്ലേ? ഇദാ മാതൽ അബ്ദു ഇൻഖതഅമലുഹു, ഒരാൾ മരിച്ചുപോയാൽ പിന്നെ അവന്റെ പ്രവർത്തനം നിലച്ചുപോയി. എന്നാൽ അയാൾ മരിച്ചാലും അയാൾക്ക് ഉപകരിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞതെന്താ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തന്റെ മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? ആ ഉപ്പാക്ക് സമാധാനിക്കാം, ആ ഉമ്മാക്ക് സമാധാനിക്കാം, ആ രക്ഷിതാവിന് സമാധാനിക്കാം. SSF-കാരനായ ഒരു കുട്ടിയെ കുറിച്ച്, SSF-ന്റെ ഒരു പ്രവർത്തകനെ കുറിച്ച് ആരെങ്കിലും മദ്യപാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മദ്യം നുണയുന്ന SSF-കാരൻ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അവന് സിനിമ കാണൂല, അവൻ നിസ്കാരം ഒഴിവാക്കൂല, അവന് നിർബന്ധ ബാധ്യതകൾ കൈയൊഴിക്കൂല, അവൻ ഉമ്മയെ ചീത്ത പറയൂല, ഉപ്പയോട് ദേഷ്യം പിടിക്കൂല. അങ്ങനെ തുടങ്ങിയിട്ട് വേണ്ടാത്തൊരു കാര്യവും അവന്റെ കയ്യിലുണ്ടാവൂല. അവൻ ഉസ്താദുമാര് സംഘടിപ്പിക്കുന്ന അതിന്റെ സംഘാടകനാകും, അതിന്റെ പ്രചാരകനാകും. എത്ര വലിയ ഭാഗ്യമാണത്! സിനിമാ ഗാനമേളകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ചെറുപ്പക്കാരൊരുങ്ങി നടക്കുമ്പോ, ഫുട്ബോൾ മേളകൾക്ക് വേണ്ടി പണങ്ങളെ പൊടിപൊടിച്ചു നടക്കുമ്പോ അതിലേക്കൊന്നും പോവാതെ അല്ലാഹുവിന്റെ ദീൻ പറയാൻ വേണ്ടിയും പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഈ യുവത്വകാലത്തും നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ശ്രമിക്കുന്നുവെങ്കിൽ അന്ത്യനാളിൽ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവന് അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ട്. കാരണം അവൻ തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് SSF-കാരനായ എന്റെ മോന് മാറിയെങ്കിൽ, SYS-കാരനായ എന്റെ ഭർത്താവ് മാറിയെങ്കിൽ, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാവായ എന്റെ പിതാവ് മാറിയെങ്കിൽ അതൊക്കെ നമ്മുടെ വലിയ അനുഗ്രഹമായി കണ്ട് ഇതിനോട് സഹകരിക്കാനും സഹായിക്കാനും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഉണ്ടാവണമെന്ന് അവസാനമായി വസിയ്യത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെല്ലാം ദീനിനും സമൂഹത്തിനും നമ്മുടെ നാടിനും ഉപകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അവസാനിപ്പിക്കല്ലേ, ദുആ ചെയ്ത് പിരിയാം.
എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്ത് വരാം, ദൂരത്തുള്ള ആളുകളൊക്കെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദ്രസയിൽ വിദ്യാർത്ഥിയായിരിക്കും സുൽഹത്ത് എന്ന് പറയുന്ന കുട്ടി, അല്ലാഹു ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആ കുട്ടിയോടൊപ്പം സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അവരെയോടൊക്കെ അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ 1000 രൂപ, അങ്ങനെ 1000ഉം 500ഉം 100ഉം 500ഉം ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ സ്വതക്കും ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. അവസാനമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് അറിയാം നമ്മളെ നാട് വട്ടത്തൂരാണ്. നിങ്ങൾക്കൊക്കെ മദ്രസ ഉണ്ട്, പള്ളിയുണ്ട്, എല്ലാ സംഗതിയുണ്ട്. ഞങ്ങൾ നാട്ടിൽ നമ്മളതായൊരു മദ്രസയും